കുടുംബശ്രീ ഉജ്ജീവനം ക്യാമ്പയിൻ്റെ ഭാഗമായി മാരാരിക്കുളം വടക്ക് കുടുംബശ്രീ CDSലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഉപജീവന ഉപാധികൾ നൽകി. ഉപജീവന മാർഗം കൊടുത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സൈക്കിളും അതുപോലെ തന്നെ ലോട്ടറി സംവിധാനവും നമ്മുടെ ചന്ദ്രചേട്ടനെ ഏൽപ്പിക്കുന്നത്. ഈ ഉപജീവനത്തിലൂടെ ചന്ദ്രചേട്ടന് ഭാവി ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇതിൽ നിന്നുണ്ടാക്കുന്ന സാമ്പത്തികം കരുതലോടുകൂടി നാളെയിലേക്ക് കാത്തു സൂക്ഷിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കും. കുടുംബശ്രീ ഉജ്ജീവനം ക്യാമ്പയിൻ്റെ ഭാഗമായി അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ഉപജീവന ഉപാധികൾ ഒരുക്കി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ കുടുംബശ്രീ വഴി ഫണ്ട് അനുവദിച്ചു നൽകിയിട്ടുണ്ട്. പദ്ധതിയിലൂടെ ഓരോ ഗുണഭോക്താവും ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള ഉപജീവന ഉപാധികളാണ് ലഭ്യമായ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത്. മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിലെ 10ാം വാർഡിലെ ചന്ദ്രൻ ലോട്ടറി വിൽപ്പനയ്ക്കുള്ള സൈക്കിൾ, ലോട്ടറി അനുബന്ധ സാമഗ്രികൾ ഒരുക്കി നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 3 ഗുണഭോക്താക്കൾക്ക് 30,000 രൂപയാണ് പ്രൊജക്ട് തുക. 4ാം വാർഡിലെ വിപിൻ കടപ്പള്ളിക്ക് ജീവനോപാധിക്കായി നൽകിയ ആടും ആട്ടിൻകൂടിൻ്റെയും ഉദ്ഘാടനം CDS ചെയർപേഴ്സൺ അനീജി നിർവഹിച്ചു. ആട്, കൂട്, തീറ്റ, ഇൻഷുറൻസ് എന്നിവയാണ് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 50,000 രൂപയാണ് പ്രൊജക്ട് തുക. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത അനിൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജി S, അസിസ്റ്റന്റ് സെക്രട്ടറി സുനി ഫ്രാൻസിസ്, ജനപ്രതിനിധികൾ, CDS മെമ്പർമാർ, ബ്ലോക്ക് കോർഡിനേറ്റർമാർ, CRPമാർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ ആകെ അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 22 അംഗങ്ങളാണുള്ളത്. അതിൽ നമുക്ക് ഉപജീവനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള 3 ഗുണഭോക്താക്കളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് 3 പേർക്കും ഒരാൾക്ക് ലോട്ടറി വിൽക്കാനും അതുപോലെ തന്നെ ഇവർക്ക് ആട് വളർത്തലുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിപ്പോൾ 50,000 രൂപ വെച്ച് ആട് വളർത്തുന്നതിനും അതുപോലെ 30,000 രൂപ ലോട്ടറി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൂടെ വരുമാനം കണ്ടെത്തി ഇവരുടെ ഉപജീവനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്നുള്ള ഉദ്ദേശമാണ്. അങ്ങനെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഇവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു.